അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ബാബു പോൾ സാറിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് കാലഘട്ടത്തിലെ സഹപാഠികളായിരുന്ന ശ്രീ കായിക്കര നിസാമുദ്ദീൻ, ശ്രീ ചന്ദ്രശേഖരൻ. എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു അല്ലേ? ഏത് വർഷമായിരുന്നു അത്? 1962. സാറും നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു അല്ലേ? പ്രസംഗിക്കാന്ന് വെച്ചാല് പിന്നെ ഞാൻ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രസംഗ മത്സരത്തിൽ പോലും നൈസാമിനെ ഞാൻ തോപ്പിച്ചിട്ടില്ല. ആണോ? ഇവര് തമ്മിലായിരുന്നു എപ്പോഴും മത്സരം. ഇപ്പോൾ സാറ് അന്ന് ഇടുക്കി പ്രോജക്റ്റിൻ്റെ സമയത്ത് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അമ്പലം പൊളിക്കേണ്ട ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ സാറ് അല്ലേ അത് വളരെ നയപരമായിട്ടത് മാറ്റി സ്ഥാപിക്കാൻ പ്രശ്നം വെച്ചു. അതെന്തായിരുന്നു സംഭവം? അയ്യപ്പൻ കോവിലിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലം വെള്ളത്തിൽ മുങ്ങിപ്പോകും റിസർവോയറിൽ. ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം ഒരു ദേവപ്രശ്നം എത്തിക്കാന്ന്. അപ്പം ഞാൻ കുസൃതിയായിട്ട് പറയാറുണ്ട്, ഞാൻ RDO വിജയൻ തരുന്ന ഒരാളായിരുന്നു. ഞാൻ വിജയനെ വിളിച്ച് പറഞ്ഞു, വിജയ ദേവപ്രശ്നത്തിന് ഏർപ്പാട് ചെയ്യണം, ഇത് ഉടനെ മാറ്റണമെന്നല്ലാതെ വല്ലതും പ്രശ്നത്തിൽ തെളിഞ്ഞാൽ ജോൽസിൻ്റെ പണി പോക്കാത്തവരോട് പറഞ്ഞു. ഞാൻ തമാശ പറയാറുണ്ട്, ഞാൻ അങ്ങനെ നടപട്ടൊന്നുമില്ല, പക്ഷേ ഉടനെ മാറ്റണം, അല്ലെങ്കിൽ അത് ഇവിടെ തന്നെ ഇരുന്നാൽ അത് ദേവന് അപ്രീതിയാണ്, ആളുകൾക്ക് വരാനൊക്കെ പ്രയാസമാകും ഭക്തന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല കണ്ണായ സ്ഥലമാണ്. അത് രൂപയും കൊടുത്തു. നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അറിയാം സാറിൻ്റെ തന്നെ ഒരു ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇടുക്കി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതെ അതെ, അന്നത് ഈ ലേബർ ട്രബിൾ എല്ലാം കാരണം ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സമയത്താണ് ഇദ്ദേഹത്തെ ലേസൺ ഓഫീസറായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തത്. എനിക്കാണ് ഈ ക്രെഡിറ്റ് ഒക്കെ തരുന്ന കമൽ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സർക്കാർ എനിക്ക് സിനിമയ്ക്ക് 5000 രൂപ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന് കൊടുത്ത കാലത്താണ് എനിക്ക് 10000 രൂപ അവാർഡ് തന്നത് ഇടുക്കി തീർത്തന്നെ. പക്ഷെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അച്യുതൻ എന്നോട് പറഞ്ഞ പ്രിൻസിപ്പിൾ പോലെയാണ്, 1 back to pat, 1 head to roll. പണി തീർന്നില്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കും. 1 head to roll, 1 back to pat. അങ്ങനെ വന്നതുകൊണ്ട് 26,000 ആളുകളും 10,000-30,000 എഞ്ചിനീയർമാരും എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്തതാണ്. പക്ഷേ നടക്കാതെ പോയെങ്കിൽ തെറി കേൾക്കേണ്ടവൻ ഞാനായിരുന്നു. അതുകൊണ്ട് നടന്നപ്പോൾ ക്രെഡിറ്റ് എനിക്ക് കിട്ടി എന്നുള്ളത്. അത് വൺ മാൻ ഷോ ആയിട്ട് നടത്താൻ നോക്കണ കാര്യമാണ് ചെറിയ പ്രോജക്റ്റ്. അതൊക്കെ അച്യുതമേനൻ്റെ MN ഗോവിന്ദൻ നായരുടെയും നിശ്ചയദാർഢ്യം. കൊച്ചനിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിവിൽ മെമ്പർ ഉണ്ടായിരുന്നു. ഇവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്ന ഗുണമെന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയും കാര്യക്ഷമതയും ഒരുമിച്ച് ചേർന്ന് പറയുന്നത് 3 പേരും. അതിൻ്റെ ഒരു ബലത്തിലാണ് അന്ന് തീർന്നത്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ ഡാം പൊട്ടും അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടും അല്ലെങ്കിൽ പൊട്ടൂല എന്ന് തമിഴ്നാട് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പഴയൊരു എഞ്ചിനീയർ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിലും ഇപ്പോൾ സാറിന് എന്താണ് അങ്ങനെ തോന്നുന്നത്? അല്ല, അത് കമൽ ചോദിച്ചത് നന്നായി. ഞങ്ങളിവിടെ നിസാം കൊല്ലത്താണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഏതാനും എഞ്ചിനീയർമാർ എൻ്റെ വീട്ടിലൊരു ദിവസം ഒരുമിച്ച് കൂടി. ഞങ്ങൾ 5-6 പേര് കൂടി ഇരുന്നത് വിശദമായി പഠിച്ചു. ഇന്നും നാളെയായിട്ട് ഇത് പൊട്ടും എന്നുള്ളതല്ല, പക്ഷേ ഇത് പൊട്ടിക്കൂടാ എന്നില്ല എന്ന് തിരിച്ചറിയണം. അത് എന്തെങ്കിലും അവിടെ ചെയ്യാതിരിക്കാൻ ഒക്കില്ല. ഏതായാലും ഉടനെ ചെയ്തേ പറ്റും അല്ലേ? പിന്നെ കോളേജ് കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ ഇനി പ്രത്യേകിച്ച് പറയാനുണ്ടോ സാറിന്? നൈസാം ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ ഈ കുളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആദ്യമായിട്ട് വെളിയിൽ വരുന്ന ബാച്ച് ഞങ്ങളുടെയാണ് 1962. അതിൽ ആദ്യത്തെ ചെയർമാനാണ്. അതായത് ഞങ്ങളിവിടെ പഠിച്ചത് ഇവിടെയാണെങ്കിൽ ഞാൻ ഫൈനൽ ഇയറിൽ അങ്ങോട്ട് മാറി. അപ്പോൾ ഫസ്റ്റ് ഔട്ട് ഗോയിങ് ബാച്ച് ഓഫ് കുളത്തൂർ. ഇദ്ദേഹം ഫസ്റ്റ് ആർട്സ് ക്ലബ് സെക്രട്ടറി. ഇതില്ലേ ഈ ഇദ്ദേഹത്തെ ജയിപ്പിക്കാനായിട്ട് ഞങ്ങൾ പല വേലകളൊക്കെ അന്ന് ചെയ്തു. അതിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഈ അഡ്മിഷൻ കിട്ടുന്ന പുതിയ സ്റ്റുഡൻസിന് പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് മെമ്മോ അയക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അവൻ്റെ അഡ്രസ്സെല്ലാം കളക്ട് ചെയ്ത് വേറെ ഒന്നും എഴുതിയില്ല, വെൽക്കം ടു ദി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ടി ബാബു പോൾ, പ്രസിഡന്റ് എലക്ട് എന്നോ അല്ല ഇങ്ങനെ കാൻഡിഡേറ്റ് എന്നോ എന്തോ എഴുതി. അതിൻ്റെ ഏറ്റവും രസം, ഇതിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിക്ക് ഒഫീഷ്യൽ മെമ്മോ കിട്ടിയില്ല. അവൻ ഈ കാർഡുമായിട്ടാണ് ജോയിൻ ചെയ്യാൻ. അത് ശരി, കുറേ വോട്ട് അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. And he helped me to become the University Union Chairman. ആണോ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ.
സാറ് അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടായിരുന്നു IAS പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ലോഡ്ജിൽ താമസിച്ചിട്ട് വേണ്ടത്. ഇവിടെ സ്റ്റാച്യൂവിൻ്റെ അടുത്ത് അപ്പോൾ വർക്ക് ചെയ്തോണ്ടിരിക്കാൻ അല്ല IAS ജനറലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് ശരി. അന്നിങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്താനൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ സാർ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ലോഡ്ജിൽ എല്ലാം ജൂനിയർ എഞ്ചിനീയർമാരും ഹൗസ് സർജന്മാരുമായിരുന്നു. ഞങ്ങളുടെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ സാറ് പുതുതായിട്ട് തുടങ്ങിയ ലോഡ്ജ്. അപ്പോൾ അവിടെ ആർക്കും പ്രത്യേകിച്ച് പരീക്ഷ എഴുതാനൊന്നുമില്ലല്ലോ, എനിക്ക് മാത്രമേ പരീക്ഷയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയുടെ മുമ്പിൽ എഴുതി വെച്ചു, നിങ്ങൾക്ക് പണിയൊന്നുമില്ലെങ്കിൽ ഇല്ലാത്ത പണി ചെയ്യേണ്ട സ്ഥലം ഈ മുറിയല്ല, അതുകൊണ്ട് ഇന്ന് ഇഫ് യു ഹാവ് നത്തിങ് ടു ഡു ഡോണ്ട് ഡു ഇറ്റ് ഹിയർ എന്നൊരു സാധനം എഴുതി വെച്ചു എന്നുള്ളത് ശരിയാണല്ലേ. പക്ഷേ എവരിബഡി കോപ്പറേറ്റ്, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാറൊന്നുണ്ടായിരുന്നില്ല. ഈ ചന്ദ്രനൊരു പ്രത്യേകതയുണ്ട്, ഞങ്ങളുടെ തലമുറയിൽ ആകെ സാക്ഷാത്കരിക്കപ്പെട്ട ഒരു പ്രേമത്തിലെ നായകനാണ്. സാക്ഷാത്കരിക്കപ്പെടാതെ പ്രേമം ഉണ്ടായിരുന്നു ധ്വനിയുണ്ട്. സാറ് വിട്ടു പറയുന്നില്ല. ബക്കമോദ് ബഷീർ പറഞ്ഞ പോലെ ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുലഭവുമായിരുന്നു കാലമായിരുന്നു. അല്ലേ, എനിക്കിപ്പോൾ അത് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നു. പണ്ട് KTDCയിൽ ഞാനവിടെ എന്തോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ റീഡ് ചെയ്തപ്പോൾ ഉടനെ എടാ ചന്ദ്ര എല്ലാവരും ഇരിക്കുക. ഉടനെ പെട്ടെന്ന് പറഞ്ഞു, സോറി ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ് അതുകൊണ്ട് അങ്ങനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്നാ ഈ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തത്? ശരി. അപ്പോൾ അതുപോലെ ഒരു ഇൻഫോർമൽ ഒരു ബന്ധം അന്നും ഇന്നും ഈ 58 തുടങ്ങിയ റിലേഷൻഷിപ്പ് യാതൊരു ഇതും ഇല്ലാതെ. മാത്രമല്ല ഈസ് എ യുണൈറ്റിംഗ് ഫോഴ്സ് എമംഗ് അവർ ബാച്ച്മേറ്റ്സ്. ഇപ്പം എല്ലാവരുമായിട്ടൊരു ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുക, ഇത് വരിക, ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിനാണെങ്കിലും സമയമില്ലെങ്കിലും അതിനൊരു ലീഡർഷിപ്പ് എടുക്കുക, അങ്ങനത്തെയൊക്കെ ഒരു അങ്ങനെ ആ ഒരു യുണൈറ്റിംഗ് ഫോഴ്സാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയ ബുജി.